ഹൈമാവതി കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് വെച്ചാൽ, ഞാൻ തേനീച്ചപ്പൊട്ടി കൊണ്ടുവന്ന് ഈയിടക്ക് കൊണ്ടുവന്നതെല്ലാം പാടിപ്പോയി നീറ്റ് അവർ വേറെ ഒന്ന് ഇന്നലെ ഞാൻ കൊടുത്തു തന്നിട്ടുണ്ട്. ഇപ്പോൾ തേൻ എടുക്കാനുള്ള ആയി വരുന്നത് അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇനി തേൻ എടുക്കുന്നില്ല, അതുകൊണ്ട് ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണ് എൻ്റെ തേനീച്ചപ്പൊട്ടി. കണ്ട, ഇതിങ്ങനെ ഉള്ളത് കണ്ടാ, കണ്ടാ തേന് വെച്ച് തുടങ്ങി. കണ്ടുവാ, ഈ തേന് നിറയണം. ഇത് തേനായില്ല, അത് വെക്കുന്നുണ്ട്. തേന് വെച്ച് വരുന്നുണ്ട്. വെച്ച് വന്നിട്ടാകുമ്പോൾ എടുക്കാൻ ഒരു 3-4 ദിവസം കൂടി കഴിയണം, എന്നാലേ എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഞാൻ വിചാരിച്ചൊന്ന് നിങ്ങളിന്ന് കാണിച്ചു തന്നേക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഇത് പറ്റിപ്പോയി. എന്താ എല്ലാം അനങ്ങാണ്ട് എടുക്കണം, ഇല്ലെങ്കിൽ തേന് വെക്കുന്നുണ്ട്. ഇതിൻ്റെ മേലോളം കൂട്ടും. ആ കള്ളി കാണുന്നില്ലേ, അതെല്ലാം കൂട്ടും. കണ്ടാ, ഇതാണ് കുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിവിടെ നിൽക്കാൻ വിടില്ല. അതുകൊണ്ട് കുത്തിക്കൂടാ, കുത്തുന്നതിടക്ക് തന്നെ ചെയ്യണം. ഇത് അങ്ങനെയാണ്. ഇതിങ്ങനെ പറ്റിപ്പോയാൽ പിന്നെ വിഷമമാണ്. രണ്ടും പറ്റിയിട്ടാണ് ഉള്ളത്. അതൊന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളിന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. നിറഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും തൽക്കാലം എനിക്കൊരു വീഡിയോ ഇടാൻ മാത്രം ഇന്ന് ഇട്ടിട്ട് നിങ്ങളിന്ന് കാണിച്ചു തരാൻ വെച്ചിട്ടാണ്. ഇതിൻ്റെ അകത്ത് തേന് വെച്ചിട്ടുണ്ട്. തേന് കണ്ട അതിൻ്റെ അകത്ത് അടിയിൽ വെക്കുന്നുണ്ട. ഇതിൽ നിറഞ്ഞു വരേണ്ടതാണ്. ഇതിൽ നിറഞ്ഞു വന്നാലേ തേൻ കിട്ടൂല. നിറച്ചും വന്ന് നല്ല വണ്ണം വരും. അത് വന്നില്ല. അത് ഇപ്രാവശ്യത്തെല്ലാം കണക്കാണ്. എന്നാലും തൽക്കാലം നിങ്ങൾക്ക് എനിക്കൊന്ന് എടുക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിലൊന്നും വെച്ചില്ല. ഇതെല്ലാം വെക്കുന്നത്ര കണ്ട, തേനായിട്ടില്ല. തേനീൻ്റെ മേലോട്ട് കൂട്ടി വരണം. ഇത് നിറഞ്ഞ് വരണം. ഇതിവിടെ മുട്ടിയിട്ട് ഇങ്ങനെ അരുവേ ഇങ്ങനെ മുട്ടിച്ച് ഇങ്ങനെ വരും. ഇവർ പണിയെടുത്തെടുത്ത് ഇങ്ങനെ വരുവാ. ഇത് കണ്ടില്ലേ, ഇത്തിരി ആയിട്ടില്ല. ഇത് നമുക്ക് കടിക്കാൻ കൂടിയിട്ട് പിന്നെ നമ്മളിവിടെ നിൽക്കാനുണ്ടാവില്ല. എല്ലാം പൊതിഞ്ഞ് കരിക്കളി. അതുകൊണ്ട് അനക്കാണ്ട് തൊടണം. അവരറിയാതെ ഉണ്ട് തൊടണം. എങ്ങനെയാണ് ഇതിൻ്റെ അടിയിലുണ്ട് പെട്ടി വേറെ. ഇതാണ് മറ്റേ പെട്ടി. കണ്ടാ തേന കണ്ടാ. അനക്കിയാ കുത്തും. കണ്ടാ, പെട്ടി കണ്ട. ഇതിൻ്റെ ഉള്ളിൽ കണ്ട, തേന് കണ്ട. ഇതാണ് തേന് വെക്കുന്നത്. അതെല്ലാം മുട്ടിയിട്ടാണ് ഉള്ളത്. അത് പറ്റി പോയി. അതുകൊണ്ട് ഇത് ലേശം അങ്ങോട്ട് ആക്കണം. കണ്ടോ, ഇതെല്ലാം അടത്തി വെക്കണം വേറെ തന്നെ. കണ്ടോ, എല്ലാം പറ്റിപ്പോയി. ഇത് കൂട്ടി പറ്റിപ്പോയി. കുറച്ച് ഇങ്ങോട്ട് ഇങ്ങനെ ഇട്ട് വെക്കണം. എന്നിട്ട് വേണം ഇതാക്കാൻ. എല്ലാം കൂടി പറ്റിപ്പോയി. ഉണ്ടല്ലേ. ഇതാണ് എൻ്റെ തേനീച്ചപ്പെട്ടി. നമുക്ക് നാളെ 2 ദിവസം കൂടി 3-4 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം തൽക്കാലം ഇതിങ്ങനെ വെക്കട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വെച്ചിട്ട് എനിക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ തേൻ എടുക്കാനായിട്ടില്ല, നിറഞ്ഞില്ല. തേൻ ആവുന്നുണ്ട്. ഇനി ഒരു 3-4 ദിവസം കൂടി കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനിത് എടുത്ത് കാണിച്ചു തരാം. ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ്. അപ്പോൾ തേൻ കുറവാണ്. തേനായിട്ടില്ല. 2-3 ദിവസം കൂടി കഴിയണം. അവരെടുത്തിട്ടാണ് കൊണ്ടുവന്നേ. അതുകൊണ്ടാണ് ഇല്ലാണ്ടായിപ്പോയി. ഇല്ലെങ്കിൽ ഉണ്ടാവുമല്ലോ തേന്. അതുകൊണ്ട് നിങ്ങളിതൊന്ന് കാണിച്ചു തന്നേക്കാന്ന് വെച്ചിട്ടാണ് ഞാനിപ്പം ഇത് എടുത്തിട്ട് വന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ അനക്കാണ്ട് വെക്കണം. മുട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ കൊന്നുകളി. പിന്നെ കുത്തിയിട്ട് കയ്യും കാര്യം ഇന്ന സ്ഥലമൊന്നും ഉണ്ടാവില്ല. ഒരേ കുത്തലായിരിക്കും. കണ്ണിനധികം കുത്തുക. അതുകൊണ്ട് ഞാനിങ്ങനെ മുമ്പ് എനിക്കൊരുപാട് തേനീച്ചപ്പൊട്ടി ഉണ്ടായി. 3-4 ഉണ്ടായി. അപ്പോൾ കുറേ കൊല്ലം അങ്ങനെ കൊണ്ട് നടന്നു. ഇനി എനിക്ക് കഴിഞ്ഞാലേ ഇല്ലാണ്ടായി. പിന്നെ ഞാൻ വാങ്ങിയിട്ടില്ല. എനിക്ക് ഇല്ലാണ്ടിരിക്കുമ്പോൾ വിൽച്ചതിൻ്റെ പിറ്റത്തെ കൊല്ലം വിൽക്കാൻ പെട്ടിയിട്ടുണ്ട്. ഇത് ആദ്യമേ വാങ്ങിയിട്ട് നമ്മൾ നിറച്ച് മാറ്റിയിട്ട് പെട്ടി ഉണ്ടാക്കലാണ്. അത് ഇക്കെല്ലാം എനിക്ക് പറ്റിയില്ല വെച്ചാൽ എനിക്ക് സുഖമില്ലാതെ കൊണ്ടൊന്നും പറ്റിയിട്ടില്ല. എന്നാൽ ഇക്കെല്ലാം നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വെച്ചിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഒരു പെട്ടി വാങ്ങിയിട്ട് പിന്നെ ആക്കിയത്. ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ 3-4 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ ആ തേനെടുക്കും. തേൻ നിറഞ്ഞിട്ടാകുമ്പോൾ ഞാൻ എടുക്കും. തേൻ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് എടുക്കുമ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പം തൽക്കാലം ഞാൻ ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. തേൻ വെക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കിയതാണ്.
അപ്പോൾ തേൻ വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു 3-4 ദിവസം കൂടി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് തേൻ എടുത്തിട്ട് ഞാൻ തേൻ കാണിച്ചു തരാം. തേൻ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതും നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇത് ഇപ്പോൾ തുറന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ എൻ്റെ തേനീച്ചേൻ്റെ പെട്ടി. ഇത് ഇതും കൂടി ഉണ്ട് കെട്ടാൻ. ഇത് ഞാനെന്ന് പഠിപ്പിച്ചാൽ പിന്നെ തേൻ എടുക്കുന്ന ദിവസം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എങ്ങനെ എടുക്കുന്നു, എങ്ങനെ ഇത് കറക്കി എടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൊണ്ട് ഇത് ഈച്ച കുത്താണ്ട് നല്ല ശ്രദ്ധിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഈച്ച വെച്ചക്കൂല. നമ്മളെ കുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ തട്ടി കുത്തും. എനിക്ക് അങ്ങനെ ഓടാനും കഴിയില്ല. അതുകൊണ്ട് തൊറ്റി കുത്തു വയ്യ. അതുകൊണ്ടെന്ന് വെച്ചാൽ തൽക്കാലം നിങ്ങളിങ്ങനെ ഇട്ട് നിൽക്കട്ടെ, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഞാൻ ഇതിപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും പിന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബാക്കി എല്ലാം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ചെയ്യുക. ഇനി നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, ഹൃദയം നിറഞ്ഞ ആശംസകൾ.